ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിൽ ബഹുമാന്യനായ ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ വർഗീസ്, കർത്തൃദാസൻ സുനിൽ, മറ്റ് കർത്തൃദാസന്മാർ, ദൈവമക്കൾ, നിങ്ങളോടെല്ലാം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. 24 ദിനരാത്രങ്ങൾ നിങ്ങളെ വിട്ട് കടന്നുപോയി. 25ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ബാംഗ്ലൂർ ചർച്ചിലെ ഫാസ്റ്റിംഗ് വളരെ പവർഫുള്ളായി പോകുന്നുവെന്ന് കേൾക്കുന്നതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തികഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിലപ്പെട്ട അഭിഷക്തന്മാർ ഈ വേദി പങ്കിട്ടു. എനിക്കും ഈ വേദിയിൽ ദൈവത്തിൻ്റെ വചനവുമേന്തി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രാർത്ഥനാ മുറിയിൽ എപ്പോഴും ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വന്ന് നിങ്ങളിലുള്ള ദൈവകൃപ കാണുവാൻ ദൈവമിടയാക്കിയത് കൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. പല രാജ്യങ്ങളിലിരുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വിളിച്ചു. ബഥേലിലുള്ള ചർച്ചിൻ്റെ മീറ്റിംഗ്, ഓരോ പ്രസംഗങ്ങളും ഓരോ രാജ്യത്തിരുന്ന ആയിരങ്ങൾ ഈ പ്രസംഗങ്ങൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് അറിയാനിടയായതിൽ ദൈവത്തെ വാഴ്ത്തുന്നു. സഭ, കർത്തൃദാസന്മാർ അതിന് കാണിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തിക്ക് ദൈവം ധാരാളം പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിളിൽ നിന്നൊരു വേദാംശത്തോടെ ഈ രാത്രിയിലെ ചിന്ത ആരംഭിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്കായി വായിക്കാം. മാർക്ക് ചാപ്റ്റർ 16 verse 17-18. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. പുതുഭാഷകളിൽ അവർ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. സർപ്പങ്ങളെ അവർ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. കണ്ണുകളെ അടച്ച് ശിരസ്സുകളെ നമിച്ച് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഫാസ്റ്റിങ്ങിന്റെ 25ാമത്തെ രാത്രി ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുവാൻ ഒരുക്കത്തോടെ അധരങ്ങൾ തുറന്ന് കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിന്റെ ആവശ്യം എന്താണ്? നിന്റെ പ്രശ്നം എന്താണ്? ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്ന രാത്രിയായിരിക്കും. 1-2 മിനിറ്റുകൾ വായുകൾ തുറന്ന് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. തികഞ്ഞ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ. കലിതുള്ളി വെളിപ്പെടുന്ന സകല പൈശാചിക ദുർമൂർത്തികളും ഇന്ന് രാത്രി വഴിമാറുന്ന രാത്രിയാകട്ടെ. ദൈവമക്കൾ ദൈവകൃപയുടെ പുത്തൻ ശക്തിയാൽ മുന്നോട്ട് കുതിക്കുന്ന രാത്രികളാക്കി ദൈവം മാറ്റാൻ പോകുകയാ. അധരങ്ങളും ശബ്ദങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നിന്റെ വായുകൾ ദൈവത്തിനായി തുറക്കുക. വർഷങ്ങൾ കൊണ്ട് മറുപടി കിട്ടാതെ വിധി എഴുതി തള്ളിയ നിന്റെ പ്രശ്നത്തെ ഇന്ന് രാത്രി യേശു കൈകാര്യം ചെയ്യുന്ന രാത്രിയാകട്ടെ. മനുഷിക ശക്തികൾക്ക് വന്നെത്താൻ കഴിയാത്ത മണ്ഡലത്തിൽ അദൃശ്യനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വന്നിറങ്ങുന്ന രാത്രിയാകട്ടെ. നടക്കത്തില്ലെന്ന് ഇന്നലകളിൽ വിധി പറഞ്ഞ പലതും ഇന്നുകളിൽ സംഭവിക്കുവാൻ പോകുകയാ. വായികൾ തുറന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. 25ാമത്തെ രാത്രി അധരങ്ങൾ തുറന്ന ദൈവത്തിന് നന്ദി പറയുമ്പോൾ മുമ്പിൽ വെളിപ്പെട്ട തടസ്സങ്ങളെ നോക്കി ഭയപ്പെടാതെ ഇന്ന് രാത്രി ജയത്തിന്റെ കൊടി ഉയർത്തിക്കൊട്ടുന്ന രാത്രിയാ. നീ ഇവിടെ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ ആമേൻ, നിനക്ക് ഏത് ഏരിയയിലാണ് ദൈവത്തിന്റെ വിടുതൽ ആവശ്യം, അവിടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതലുകൾ ചലിച്ചു തുടങ്ങട്ടെ. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ലാമാന ശിഖാരബ ഹദുരാബന അംദൽ ഭൗഷസി ഹബ്ദന ജുദാനബ റംദൽ ഖൗഷസി കബിനദന. അധരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറയുക. 1-2 മിനിറ്റുകൾ നന്ദി പറയുക.
നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു രാത്രിയായി രാത്രി മാറട്ടെ. സ്റ്റക്കായി കടന്നത്, ബന്ധിക്കപ്പെട്ട് കിടന്നത്, ശാപത്താൽ ബന്ധിക്കപ്പെട്ടത്, രോഗത്താൽ ബന്ധിക്കപ്പെട്ടത്, കടത്താൽ ബന്ധിക്കപ്പെട്ടത്, മന്ത്രവാദികൾ ബന്ധിച്ചത്, ആഭിചാരകർ ബന്ധിച്ചത്, ഡേറ്റും നാളും നാഴികയും കുറിച്ചു വെച്ച് അവ പിശാച് തടുത്തു വെച്ചതിനോടൊക്കെ ഇന്ന് രാത്രി അധികാരമുള്ള അധരങ്ങൾ തുറന്ന് ദൈവത്തോട് വായി തുറന്ന് പറയുക, നിന്റെ സമയം കഴിഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞു. 25-ാമത്തെ രാത്രി ദൈവമക്കൾ ആത്മാവിൽ കുതിച്ചു നൃത്തം ചെയ്യുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ വഴിമാറുന്ന രാത്രിയാ. തീർപ്പില്ലാത്ത കേസുകൾ ഇന്ന് രാത്രി തീർപ്പുണ്ടാകട്ടെ. തീർപ്പില്ലാത്ത വിധികൾ ഇന്ന് രാത്രി തീർപ്പുണ്ടാകട്ടെ. ഇത് രാത്രി ഒരു വിജയത്തിന്റെ രാത്രിയായി മാറുകയാ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. വചനം പ്രസംഗിക്കാൻ ഇന്ന് രാത്രി കൃപ തരണം. കേൾക്കാൻ ജനത്തിന്റെ കാതുകളെ തുറക്കണം. ഏറ്റെടുപ്പാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണം. അങ്ങേ ആരാധിപ്പാൻ അവരുടെ അധരങ്ങളെ തുറക്കണം. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മീക ശുശ്രൂഷ വെളിപ്പെടുവാൻ തടസ്സമായി ഈ ബാംഗ്ലൂർ സിറ്റിയിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക ദുർവ്യാപാരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിച്ച് അതിന്മേൽ ഇന്ന് രാത്രി വിജയം പ്രഖ്യാപിക്കുന്നു. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഞാനൊരു പ്രസംഗകനല്ല, മറിച്ച് ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് ഒരു പ്രവചന ദൂതുമായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാൻ പ്രസംഗിച്ച് വാക്കോട് വാക്ക് ചേർത്ത് വെക്കുവാൻ കഴിവോ അറിവോ ഉള്ള മനുഷ്യനല്ല. പക്ഷേ ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഒരു ദൂത്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്, പ്രസംഗിക്കാൻ കൊള്ളുന്ന ധാരാളം പ്രസംഗങ്ങൾ ബൈബിളുണ്ട്. പക്ഷേ ബഥേൽ ചർച്ചിനൊരു പ്രസംഗമല്ല ആവശ്യം, മറിച്ച് ദൈവത്തിൽ നിന്നൊരു ദൂതാണ് ആവശ്യം. ഒരു പൊട്ടനെ പോലെ നിങ്ങളുടെ കർത്തൃദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവദാസന്മാരിൽ കൂടെ വന്ന ദൂതുകൾ ഒരു കൊച്ചുകുട്ടി എഴുതി കൊടുത്ത ദൂത് വരെ അംഗീകരിച്ച് പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, സഭ ദൈവത്തിന്റെ ദൂതുകളിൽ വിശ്വസിക്കുന്ന സഭയാ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമീൻ പറഞ്ഞേ. സാഹചര്യങ്ങൾ നിന്നെ തകർക്കാൻ വന്നാലും അതിനെ ജയിക്കുന്നതാ ദൈവത്തിന്റെ ദൂതുകൾ. പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിലും ഈ വചനത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ ദൂതുകൾ ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ വർഷങ്ങളെ പോലെ അല്ല ഈ ഫാസ്റ്റിംഗ്. ഒത്തിരി വ്യത്യസ്തതകൾ ഈ ഫാസ്റ്റിങ്ങിനുണ്ട്. ഒന്നാമത്തെ വ്യത്യസ്തത ഞാൻ വിളിച്ചു പറയാം, ഈ സഭ അടയാളം സൃഷ്ടിക്കുന്ന നാളുകളായി മാറാൻ പോകുകയാ. ചിലരുടെ കയറി പറയാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അടയാളങ്ങൾ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ദിവസങ്ങളായി ദൈവം മാറ്റാൻ പോകുകയാ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ വീട്ടിലൊരു അടയാളം നടക്കണം. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ മറുപടി കിട്ടാത്ത വിഷയത്തിൽ അടയാളത്തോടെ ഒരു മറുപടി ഇന്ന് രാത്രി സംഭവിച്ചു തുടങ്ങണം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? 24 ദിവസത്തെ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി 25ാമത്തെ രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു കാര്യം, അടയാളത്തോടെ ചില വിടുതലുകൾ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കാൻ പോകുകയാ. ഒരു വിശ്വാസി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അടയാളത്തോടെ ഒരു വിടുതൽ നടക്കണം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്ത ഞാൻ കൊണ്ടുവരുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം തുടങ്ങുന്നത് 3 സ്ത്രീകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. 3 സ്ത്രീകളുടെ ചരിത്രം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് 3 സ്ത്രീകളെ ബൈബിൾ എടുത്തു കാണിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ 3 സ്ത്രീകൾക്ക് മറ്റാർക്കും ഇല്ലാത്ത ഉറപ്പുള്ള ഒരു വിശ്വാസം അവരുടെ അകത്തുണ്ട്. വിശ്വാസി എന്ന പേരുണ്ടായ പോരാ, വിശ്വാസങ്ങളുടെ പലതിനെയും പ്രാപിക്കാൻ തയ്യാറാകണം. എപ്പോഴും ഓർക്കണം, ഒരു മനുഷ്യന്റെ അകത്ത് ഉരുവാകുന്ന വിശ്വാസമാണ് അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കും. ആമേൻ. 25ാമത്തെ രാത്രിയിൽ വിശ്വസിക്ക്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം ഇന്ന് രാത്രി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നീ പേപ്പറിൽ എഴുതി വെച്ച വിഷയത്തിൽ, ഹൃദയത്തിൽ എഴുതി വെച്ച വിഷയത്തിൽ, മനസ്സിൽ എഴുതി വെച്ച വിഷയത്തിൽ ഇന്ന് രാത്രി ഓർത്തോ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രാത്രിയാ.
യേശുക്രിസ്തുവിനെ പിടിച്ച ദിവസം യേശുക്രിസ്തു പിടിക്കപ്പെട്ടു. കാൽവരി ക്രൂശിൽ 33.5 വയസ്സുള്ള ആകാശത്തിനും ഭൂമിക്കും നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. യേശുക്രിസ്തുവിന്റെ ശരീരം അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. നിങ്ങൾ നോക്കണം, ശിഷ്യന്മാരാരും വീടുകളിലില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ മാർഗക്കാരെ കണ്ടാൽ പിടിച്ചു കെട്ടുവാൻ, അരിഞ്ഞു കളയുവാൻ റോമൻ ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാ. പീലാത്തോസിന്റെയും അന്നാവിന്റെയും കയ്യാഭാവിന്റെയും കിങ്കരന്മാർ വീടാന്തരം കയറിയിറങ്ങുക. ഈ നാമത്തിൽ ആരെ കണ്ടാലും കൊല്ലാൻ അവർ തയ്യാറായി നിൽക്കുകയാ. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഒരു വീട്ടിൽ പോലും വെളിച്ചമില്ല, ആളനക്കമില്ല, ശിഷ്യന്മാരാരും വീടുകളിലില്ല. പക്ഷെ ഒരു വീട്ടിൽ മാത്രം വിളക്കുണ്ട്. അത് ആരുടെ വീടാണെന്നറിയാമോ? മഗ്ദലക്കാരത്തി മറിയയുടെ വീടാ. വിളക്ക് മാത്രമല്ല, അവിടുമ്പോ ഇടിക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ശബ്ദം കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരിൽ ഒരു എഴുത്തുകാരൻ ഒടുക്കി ശിഷ്യന്മാരിൽ ഒരുത്തൻ ചെന്ന് വാതിൽക്കൽ മുട്ടി. മഗ്ദലക്കാരത്തി മറിയ വന്ന് വാതിൽ തുറന്നു. ആ ശിഷ്യൻ ചോദിച്ചു, നീ ഇവിടെ എന്തോ ചെയ്യുക? അവൾ പറഞ്ഞു, ഞാൻ സുഗന്ധവർഗം ഇടിച്ചു പൊടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാന്ന് ചോദിച്ചു. യേശുവിന്റെ ശരീരത്തിൽ പൂശാൻ. ശിഷ്യന്റെ മറുപടി കേട്ടോണം, അങ്ങോട്ട് നിനക്ക് അടുക്കാൻ കഴിയത്തില്ല. കാരണം കാളവണ്ടി ചക്രം പോലൊരു വലിയ കല്ല് 1,500 പേർ ചേർന്ന് ഉരുട്ടി അതിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാ. പാറ തുളച്ച് ആന തൊടലിനേക്കാൾ വലിപ്പമുള്ള തൊടലുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അത് ചേർത്ത് പൂട്ടി വെച്ചിരിക്കുകയാ. റോമൻ ഗവൺമെന്റ് അതിന്മേൽ മുദ്രയിട്ടിരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും കുന്തവുമായി പടയാളികൾ നിപ്പുണ്ട്. റോമൻ ആർമി ഇറങ്ങിക്കിടക്കുക. സ്തോത്രം. മഗ്ദലക്കാരത്തി മറിയയുടെ വാക്ക് കേട്ടോ. 500 പേർ ഉരുട്ടി വെച്ച കല്ലുണ്ടെങ്കിലും, റോമൻ പട്ടാളം ഇറങ്ങി നിന്നാലും, ആന തൊടലുകൊണ്ട് പൂട്ടിയിട്ടാലും, റോമന്റെ മുദ്ര വെച്ചാലും, എനിക്ക് എന്റെ യേശുവിന്റെ അടുക്ക പോയേ പറ്റൂ. 6 തടസ്സം മുമ്പിലുണ്ടെങ്കിലും വിശ്വസിക്കുന്ന ഒരുവന് തടസ്സം ഒരു തടസ്സമല്ല. ഒരു പ്രശ്നത്തിന്റെ അടുക്കലേക്ക് അടുക്കുമ്പോൾ തടസ്സങ്ങൾ ഒത്തിരി മുമ്പിൽ കണ്ട് പുറകോട്ട് മാറരുത്. തടസ്സമല്ല ഇവിടെ പ്രശ്നം. നിന്റെ അകത്തെ വിശ്വാസം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങണം. നിങ്ങൾ നോക്കിയേ, അതിരാവിലെ വിറയ്ക്കുന്ന കയ്യിൽ സുഗന്ധവർഗവും പിടിച്ചുകൊണ്ട് കല്ലറ വാതിക്കലേക്ക് പോകുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്കും മറ്റേ മറിയയ്ക്കും ദൈവ ശലോമിയുടെ അകത്തൊരു ചോദ്യമുണ്ട്. എനിക്ക് വേണ്ടി ആർ ഈ കല്ലുരുട്ടി മാറ്റും? ഒരു സന്ദേശം. 6 തടസ്സം മുമ്പിൽ കണ്ടിട്ടും തടസ്സത്തിലോട്ടും നടക്കാൻ തീരുമാനിച്ചത് അവരുടെ അകത്തുരുവായ വിശ്വാസമാ. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. 6 7 തടസ്സം മുമ്പിൽ കണ്ടാലും മുന്നോട്ട് കാല് വെക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാ. സ്തോത്രം. 25-ാമത്തെ രാത്രി ദൈവത്തിന്റെ പ്രവാചകനായി പ്രവചിച്ചു പറയാം, തടസ്സങ്ങൾ വകവെക്കാതെ ഒരുവൻ മുന്നോട്ട് നീങ്ങാൻ തയ്യാറായാൽ അവന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി തടസ്സത്തെ നോക്കിക്കൊണ്ട് പറയണം, ഇത് നിന്റെ രാത്രിയല്ല, ഇത് ഞങ്ങളുടെ രാത്രിയാ. വിശ്വസിക്കുന്നവർ മാത്രം ആമീൻ പറ. അടുത്തിരിക്കുന്ന തടസ്സത്തെ വകവെക്കാതെ മുന്നോട്ട് പോകാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളെ വകവെക്കാതെ മുന്നോട്ട് പോകുക. എന്താണ്? ആത്മീകന്റെ മുമ്പിൽ എപ്പോഴും പ്രശ്നമുണ്ട്, എപ്പോഴും പോരാട്ടമുണ്ട്. പോരാട്ടത്തെ നോക്കി നിൽക്കുന്നവൻ ഭീരുവാ. പക്ഷെ ഭയപ്പെടാതെ പോരാട്ടത്തെ വകവെക്കാതെ മുന്നോട്ട് നീങ്ങാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാ. ഒരാമീൻ പറയാമോ? ഒരാമീൻ പറയാമോ? പ്രശ്നമില്ലാത്ത ആരും ഇവിടെ ഇല്ല. ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നങ്ങളെ നോക്കി ക്ഷീണിക്കരുത്. പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. നോക്കിയേ, വിറയ്ക്കുന്ന കയ്യോടെ കല്ലറ വാതിക്കലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരുടെ അകത്തൊരു ചോദ്യമുണ്ട്. എനിക്ക് വേണ്ടി ആർ ഈ കല്ലുരുട്ടി മാറ്റും? പക്ഷെ മഗ്ദലക്കാരത്തി മറിയയും കൂടെയുള്ള 2 പേരും കല്ലറ വാതിക്ക ചെല്ലുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി. അണിവിരൽ കൊണ്ട് റോമൻ മുദ്ര ഒന്ന് തൊട്ടു. മുദ്ര കത്തിപ്പോയി. ഇന്ന് രാത്രി ഒരു സത്യം വിളിച്ചു പറയാം, ഏത് മുദ്രയും ദൂതനെന്ന് തൊടാനേ ഉള്ളൂ. ഇന്ന് രാത്രി ഒരിക്കലും പൊട്ടത്തില്ലെന്ന് പറഞ്ഞ മുദ്രകൾ ഇന്ന് രാത്രി പൊട്ടിമാറുന്ന രാത്രിയാകട്ടെ. 25-ാമത്തെ രാത്രി നിന്റെ സഭ ഉയരാതെ വണ്ണം പിശാചടിച്ച മുദ്രകൾ ഇന്ന് രാത്രി ദൂതൻ തൊട്ട് ഒഴിക്കുന്ന രാത്രിയാകട്ടെ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? പരിശുദ്ധാത്മാ പറയുന്നു, ഇത് മുദ്രകൾ പൊട്ടുന്ന രാത്രിയാ. നിന്റെ മിനിസ്ട്രിയെ തടഞ്ഞു വെച്ച പൈശാചിക മുദ്രകൾ ഇന്ന് രാത്രി പൊട്ടിമാറാൻ പോകുകയാ. നിന്റെ നന്മയെ തടഞ്ഞു വെച്ച മുദ്രകൾ ഇന്ന് രാത്രി പൊട്ടിമാറാൻ പോകുകയാ. നിന്റെ അടിച്ച രോഗത്തിന്റെ മുദ്രകൾ
എനിക്കറിയാം അസാധാരണമായത് എന്തോ ഇന്ന് രാത്രി ജനത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുക. മഴയുടെ തടസ്സം വന്നു, പലർക്കും വരാൻ പറ്റിയില്ല. പക്ഷെ നിന്നെ അതിനകത്തൂടെ ദൈവം കൊട്ടുന്നു. എന്തിനാ? 2008, 2009, 2010, 2011 നിന്റെ കുടുംബത്തിന്മേൽ അവൻ അടിച്ച മുദ്രകൾ ഇന്ന് രാത്രി ദൂതൻ തൊട്ടഴിക്കുന്ന ശക്തമായ ആത്മനിയോഗം വരാൻ പോകുകയാ. പരിശുദ്ധാത്മ പറയുന്നു, ഈ ഫാസ്റ്റിംഗ് തീരുമ്പോൾ ബാംഗ്ലൂർ സഭയ്ക്കെതിരെ അടിക്കപ്പെട്ട പല മുദ്രകളും അവ അഴിഞ്ഞു മാറാൻ പോകുകയാ. ചുരുടെ കയറി പ്രസംഗിക്കാം. രാമി ദൈവത്തെ മന്ത്രിയുടെ മന്ത്രാലയത്തിനകത്ത് വരെ അവ മുദ്രകൾ അഴിയാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ചേർന്നോ രാമി പറ. പരിശുദ്ധാത്മാവ് പറയുന്നു, 25ാമത്തെ രാത്രി മുദ്രകൾ അഴിയുന്ന രാത്രിയാ. ആമേൻ, 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 ആമേൻ. കടഭാരത്തിന്റെ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ, ശാപത്തിന്റെ മുദ്ര പിശാചു നിന്റെ മേൽ ഇട്ടെങ്കിൽ, രോഗത്തിന്റെ മുദ്ര ഇട്ടെങ്കിൽ, തകർച്ചയുടെ മുദ്ര ഇട്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൂതന്മാർ മുദ്രകളെ തൊട്ടഴിക്കുന്ന രാത്രിയാ. നീ ആരാധന കഴിഞ്ഞ് മടങ്ങി നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വീടിനകത്ത് അസാധാരണമാ. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട, അദ്ദേഹം മിണ്ടാതിരുന്നോട്ട്. നിന്റെ മിനിസ്ട്രിയെ പിശാചു തടഞ്ഞെങ്കിൽ ആ മുദ്ര ഇന്ന് രാത്രി കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടുകയാ. പരിശുദ്ധാത്മ പറയുന്നു, സന്തതികൾ ജനിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് അടിച്ച മുദ്രകൾ ഇന്ന് രാത്രി കുടുംബ ജീവിതത്തിനകത്തു നിന്ന് എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ പൊട്ടിച്ചു മാറ്റുകയാ. ഒരു കാര്യം വ്യക്തമായി അറിയണം, 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ഇവിടെ പൂർത്തിയാകുന്നതിന് മുമ്പ് എന്നെ മറന്നോ, ദൂത് മറക്കരുത്. ദൈവം വിളിച്ചു പറയുന്നു, പല മുദ്രകളും ദൂതന്മാർ തൊട്ടഴിക്കും. കർത്തൃദാസൻ ഇന്ന് മൈക്ക് തരുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് അതുപോലെ ഫലിക്കും. ദൂതന്മാരുടെ കയ്യിലോട്ട് ആ ശുശ്രൂഷ കൊടുത്തേ. പരിശുദ്ധാത്മ പറഞ്ഞ അതേ ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങും. അഴിയത്തില്ലെന്ന് പറഞ്ഞ മുദ്രകൾ 15 വർഷം കഴിഞ്ഞാൽ അഴിയത്തില്ലെന്ന് പറഞ്ഞ മുദ്രകൾ ഇന്ന് രാത്രി ദൂതന്മാർ തൊട്ടഴിക്കും. തൊട്ടഴിക്കും. നിന്നോടാ ദൂത് ദൈവത്തിന്റെ. തൊട്ടഴിക്കും. പ്രാപിച്ചു തുടങ്ങുക, പ്രാപിച്ചു തുടങ്ങുക. നീ വർഷങ്ങൾക്കുള്ളിൽ ചോദിക്കുമല്ലയോ, എന്നാ കർത്താവേ എനിക്കൊരു വിടുതൽ തരുന്നത്, എന്നാ കർത്താവേ എനിക്കൊരു വിടുതൽ തരുന്നത്. നിന്നോട് തന്നെ ആ ദൈവത്തിന്റെ ദൂത് ഇന്ന് രാത്രി, വർഷങ്ങൾ നീ പ്രാർത്ഥിച്ച് ചോദിച്ച ആ വിടുതലിന്റെ രാത്രി ഇന്ന്. ചില പേപ്പറുകളുടെ മേൽ ഒരിക്കലും നീക്കുവാക്കില്ലെന്ന് പറഞ്ഞ് മുദ്ര വെച്ച ചില വിഷയത്തെ ഇന്ന് രാത്രി ദൈവം കയ്യിലെടുക്കാൻ പോകുകയാ. ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയുടെ നടുവിൽ ശക്തമായ ആത്മപകർച്ച നടക്കും. പരിശുദ്ധാത്മ പകർച്ച എന്താണെന്നറിയാമോ? ചിലരുടെ മേൽ അത്യന്തമായ ശക്തി വന്നിറങ്ങുമ്പോൾ ഓർത്തോണം, അവരെ കൊണ്ട് എന്തോ കർത്താവ് ഇന്ന് ചെയ്യിക്കാൻ പോവാ. ഞാൻ പറഞ്ഞല്ലേ, വെറുതെ മൈക്കും കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യാൻ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വരും. എന്നിട്ട് നിന്നോട് പറയും, നിന്റെ മേലുള്ള മുദ്ര ദൈവം തൊട്ടടിക്കാൻ പോകുകയാ. തൊട്ടടിക്കാൻ പോകുകയാ. 2008 തൊട്ട് പൊട്ടാതെ കിടക്കുന്ന മുദ്രകൾ, ഈ ഭൂമി കേറിയപ്പോ മുതൽ പൊട്ടാതെ കിടക്കുന്ന മുദ്രകൾ ദൈവം വിളിച്ചു പറയുന്നു ഇന്ന് രാത്രി. ദൂതന്മാർ മനുഷ്യരല്ല, മനുഷ്യരല്ല. ഒരു പ്രസംഗകനുമല്ല. ഇന്ന് രാത്രി ദൂതന്മാർ തൊട്ടഴിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. പൊട്ടത്തില്ലെന്ന് പറഞ്ഞ പല മുദ്രകളും ദൂതൻ ഇന്ന് രാത്രി തൊടുമ്പം പൊട്ടാൻ തുടങ്ങും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? അടുത്ത ദിവസങ്ങളിൽ നിനക്ക് വരുന്ന ആദ്യത്തെ ഫോൺ കോൾ നിന്റെ മേലുള്ള ആ മുദ്ര പൊട്ടിയെന്ന വാർത്തയായിരിക്കും.
നിന്റെ ഇമെയിലിൽ വരുന്ന ഫസ്റ്റ് ഇമെയിൽ, ഓ നിന്റെ മുദ്ര പൊട്ടി. യെസ്, ചിലരുടെ പ്രോപ്പർട്ടിക്ക് അകത്തുനിന്ന് വരെ ഇന്ന് രാത്രി മുദ്രകൾ. ഓ യെസ് യെസ്, നിയന്ത്രിക്കാൻ കഴിയാത്ത ആത്മപകർച്ച നിന്റെ മേൽ അസാധാരണ അഭിഷേകം ഇറങ്ങുമ്പോ ഓർത്തോണം, നിന്നെ കൊണ്ട് എന്തോ ദൈവം ചെയ്യും. ഓ യെസ്, യേശുവിന്റെ നാമത്തില് സംഭവിച്ചു തുടങ്ങട്ടെ, സംഭവിച്ചു തുടങ്ങട്ടെ, സംഭവിച്ചു തുടങ്ങട്ടെ. ഓ പുറകിൽ വരെ, സഹോദരിമാരുടെ സൈഡിൽ പുറകിൽ വരെ, സഭയുടെ സൈഡിൽ ഏറ്റവും ബാക്കിൽ വരെ ദൂതന്മാർ തൊട്ടഴിക്കുന്നു. ഓ ഓ, മനുഷ്യന്റെ കൈയല്ല, ദൈവത്തിന്റെ കരത്താൽ അഴിയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രവചനമാ കർത്താവ് പറയുന്നേ. ഈ ചർച്ച്, ഈ ഭൂമി, ഈ സ്ഥലത്ത് എന്ന് കാല് കുത്തിയോ അന്ന് തൊട്ട് അഴിയാതെ കിടക്കുന്ന ചില മുദ്രകൾ, ഇന്ന് രാത്രി പിശാച് അടിച്ച ചില മുദ്രകൾ ദൈവം അഴിച്ചുവിടുന്ന രാത്രിയായിരിക്കും. ഹല്ലേലൂയ. അത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫാസ്റ്റിംഗ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വാർത്ത കേൾക്കാം കാതുകളിൽ. ആ മുദ്ര പൊട്ടിപ്പോയി, അവൻ അടിച്ച മുദ്ര പൊട്ടിപ്പോയി, അവൻ വിധി പറഞ്ഞ മുദ്ര പൊട്ടിപ്പോയി. യേശുവിന്റെ നാമത്തില് എല്ലാ എതിർ ശക്തികളുടെ മുദ്രകൾ ഇന്ന് രാത്രി ദൈവം പൊട്ടിച്ചു മാറ്റുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നു, അണിവിരൽ കൊണ്ട് തൊട്ടു, മുദ്ര കത്തിപ്പോയി. അടുത്ത നോക്കിയേ, 500 പേർ ചേർന്ന് ഉരുട്ടി വെച്ച കല്ല് ദൂതൻ തിരിച്ചുരുട്ടാൻ തുടങ്ങി. വിശ്വസിക്കാമെങ്കിൽ ഈശ്വരുടെ കേറിയ ഒരു സന്ദേശം പറയാം. ഒരിക്കലും നിന്റെ കുടുംബം തലപൊക്കാതെ വണ്ണം പിശാച് ഉരുട്ടി വെച്ച കല്ലുകൾ ഇന്ന് രാത്രി ദൂതന്മാർ തിരിച്ചുരുട്ടുന്ന രാത്രിയാകണം. ചിലരുടെ കേറി പ്രസംഗിക്കാം. ബേഥേൽ ചർച്ച് ഉയരാതിരിപ്പാൻ അനേക മന്ത്രവാദികൾ ചേർന്ന് ഉരുട്ടി വെച്ച പടുകൂറ്റൻ കല്ലുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി തിരിച്ചുരുട്ടുന്ന. ഓ, സഭയ്ക്കകത്ത് ഇന്ന് രാത്രി ഒരു വിടുതൽ വ്യാപരിക്കുക. നിയന്ത്രിക്കാൻ കഴിയാത്ത ആത്മപ്രവാഹം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാര്യം തിരിച്ചറിഞ്ഞു, കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ചിലത് ചെയ്യാൻ പോകുകയാ, ചെയ്യാൻ പോകുകയാ, ചെയ്യാൻ പോകുകയാ. സഭയുടെ വളർച്ചയെ തടുത്ത കല്ലുകൾ ഇന്ന് രാത്രി ഉരുണ്ടു മാറാൻ പോകുകയാ. ഹല്ലേലൂയ. നോക്കിക്കേ, അനേകർ ചേർന്ന് ഉരുട്ടി വെച്ച കല്ല് ദൂതൻ തിരിച്ചുരുട്ടുകയാ. നിങ്ങൾ നോക്കിക്കേ, മദ്ദലക്കാരത്തി മറിയയും മറ്റു 2 സഹോദരിമാരും കല്ലറ വാതുക്കൽ എത്തുമ്പോ കണ്ട വാർത്ത നോക്കിക്കേ. ഉരുട്ടി മാറ്റിയ കല്ലിന്റെ മീതെ ദൂതൻ കയറിയിരുന്നു. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം. ഇന്നലെ വരെ നീ കണ്ട പ്രശ്നം ഇന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രശ്നം ദൂതന്റെ ഇരിപ്പിടമായി മാറട്ടെ. ദൈവത്തിനത് ചെയ്യാൻ കഴിയോ? ആ തടസ്സത്തെ ദൂതന്റെ ഇരിപ്പിട. യെസ് യെസ്, എന്തൊക്കെയോ ഇന്ന് രാത്രി ഉരുണ്ടു മാറുന്നുണ്ട്, എന്തൊക്കെയോ ഉരുണ്ടു മാറുന്നുണ്ട്. മന്ത്രവാദികൾ ഉരുട്ടി വെച്ച പലതും ഇന്ന് രാത്രി ദൂതന്മാർ തിരിച്ചുരുട്ടട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ചിലരുടെ തലമേൽ അഭിഷേകത്തിന്റെ ശക്തമായ വ്യാപാരം ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ കാരണം നിന്നെ കൊണ്ട് എന്തൊക്കെയോ ദൈവം ചെയ്യിപ്പിക്കാൻ പോകുകയാ. നിന്റെ മേൽ വെച്ചിരുന്ന മിനിസ്ട്രിയെ പിശാച് തടുത്തു വശങ്ങൾ ഇന്ന് രാത്രി ആ തടുത്ത കൈ പൊട്ടി മാറാൻ പോകുകയാ. ഒരു വിജയ. ഓ യെസ്, റോഥോ സഖോരി, ഓ റാംഥോര സിഖാര. വിശ്വസിച്ചു തുടങ്ങുക, വിശ്വസിച്ചു തുടങ്ങുക. ഓ റാബാ ബാബാ ശബ്ദ റാബാ ബാബാ ബാബാ.
ഇതുവരെ സംഭവിക്കാത്തത് ഇന്ന് രാത്രി സംഭവിച്ചു തുടങ്ങുന്നു. രക്തം ക്ഷയം. ദൂതൻ അതിന്റെ മീതെ കയറി ഇരുന്നുകൊണ്ട് പറയുകയാ, അവൻ ഇവിടെ ഇല്ല. അന്വേഷിച്ചു വന്നയാൾ ഇവിടെ ഇല്ല. പ്രപഞ്ചത്തിലുള്ള മൊത്തം കല്ലറയും അടഞ്ഞു കിടക്കുക. തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറ പ്രപഞ്ചത്തിലുള്ളൂ. അത് നമ്മുടെ രക്ഷകന്റെ കല്ലറയാ. ലോകം മൊത്തം നോക്കുമ്പോൾ പറയുന്ന ഒരു വാർത്തയുണ്ട് അതിനകത്ത്, അവൻ ഇവിടെ ഇല്ല. ഒരു ചോദ്യം, അവൻ എവിടെ ഉണ്ട്? ബൈബിൾ പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. അവൻ കല്ലറയിൽ ഇല്ല, പക്ഷെ ഇന്ന് രാത്രി അവൻ ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്നവർ ആമീൻ പറ. അവൻ കല്ലറയിൽ ഇല്ല, പക്ഷെ ഇന്ന് രാത്രി അവൻ ബേഥേലിലുണ്ട്. ആ വാക്കോടാണ് ഈ അധ്യായത്തിന്റെ തുടക്കം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോയി കണ്ടവരൊക്കെ ചെന്ന് പറഞ്ഞു. ശിഷ്യവൃന്ദങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കാൻ ഒത്തില്ല. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ദൂതിനകത്തോട്ട് പ്രവേശിക്കുക. 11 പേർ കൂടിയിരുന്ന മുറിക്കകത്ത് യേശു വെളിപ്പെട്ടു. എന്നിട്ട് ഈശോ പറയുന്ന ഒരു വാക്കാ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്ന ആദ്യത്തെ രാത്രിയാ. ഒരു കാര്യം തുടങ്ങി വെക്കുക, വിശ്വസിക്കുന്നവരാൽ അടയാളം നടന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിയിലും നടക്കും, നാളെയും നടക്കും. അതിന് വേണ്ടത് ബൈബിൾ കോളേജിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് ആർക്കും ഇളക്കാൻ കഴിയാത്ത ഉറപ്പുള്ള ഒരു വിശ്വാസം. അടയാളത്തോടെ ഒരു വിടുതൽ ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഓർത്തോണം, ആർക്കും ഇളക്കാൻ ഒക്കാത്ത ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഇന്ന് രാത്രി ഉണ്ടാകണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, 10 കോടി രൂപ ബാങ്കിലുണ്ടെന്ന് പറയുന്നവനല്ല ദൈവത്തിന് സ്തോത്രം മിടുക്കൻ, ഉറപ്പുള്ളൊരു വിശ്വാസം അകത്തുണ്ടെന്ന് പറയുന്നവനാ. ശ്രദ്ധിച്ചേ, ദൈവത്തിന് സ്തോത്രം. നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ പിശാച് ഇന്ന് രാത്രി വഴിമാറണം. നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ എതിർ ശക്തികൾ ഇന്ന് രാത്രി പരാജയപ്പെടണം. ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നിങ്ങൾ നോക്കുക, ഈ 24 ദിവസവും ഇവിടെ വചനം കേൾക്കുകയായിരുന്നു. വചനം കേട്ടിട്ട് കാര്യമില്ല, കേട്ട വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, നാമും അവരെ പോലെ സദ്വർത്തമാനം കേട്ടവർ, എന്നാൽ കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ ആ വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വചനം കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് എഴുന്നേറ്റ് പോയിട്ട് ഒരു പ്രയോജനമില്ല. വചനം അകത്ത് വരുമ്പോൾ അതും നിന്റെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. അങ്ങനെ വിശ്വാസമായി പരിണമിച്ചെങ്കിൽ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ ആ വചനത്തിന്റെ ശക്തിയാൽ നിനക്കൊരു അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ചേർന്നോ ആമീൻ പറഞ്ഞേ. വന്നിരുന്ന് കുറച്ചു നേരം ഉറങ്ങി. ഉറക്കത്തിനിടയ്ക്ക് 3 വചനം കേട്ടു, പിന്നെ ഒന്ന് താഴോട്ട് പോയി, പിന്നെ ഉറന്നു. ഒരു പ്രയോജനവുമില്ല. ശ്രദ്ധിക്കുക, വചനം കേൾക്കുമ്പോൾ അത് നിന്റെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, ഉറങ്ങരുതെന്ന് പറ. ഹല്ലേലൂയ. കേട്ടില്ല? സ്തോത്രം. ശ്രദ്ധിക്കുക, വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തത് വിശ്വാസമായി പരിണമിക്കണം. ഏതു രാജ്യത്തിരിക്കുന്ന വ്യക്തിയായാലും വചനം കേൾക്കുമ്പോൾ അകത്ത് വിശ്വാസമായി പരിണമിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രി വചനത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരോട് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന വചനത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് രാത്രി വചനം അത്ഭുതം സൃഷ്ടിക്കും. അത് ഉറപ്പിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. നിന്റെ ജീവിതം 0-യിൽ കടന്നോട്ടെ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് ഒത്തിരി മിടുക്കന്മാരെ ആവശ്യമില്ല. ജീവിതം 0-യിൽ കിടക്കുന്ന ഒരാളാകട്ടെ, 10 ലക്ഷം രൂപ കടം, കുഴപ്പമില്ല. ശരീരത്തിലെ എല്ലാ അവയവത്തിനും രോഗം, കുഴപ്പമില്ല.
പിന്നെ ബൈബിൾ കോളേജ് പഠിച്ചില്ല, കുഴപ്പമില്ല. ഒരു കൃപാവരമില്ല, കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് പ്രത്യേകം? ശ്വാസമുണ്ട്, അതും മതി. പിന്നെ ഒരൊറ്റ കാര്യം, ഒരു വിശ്വാസം. ഇത്ര നിന്റെ അകത്തുണ്ട്, നിന്നെ പൊക്കിയാൽ അത്ഭുതങ്ങൾ നടക്കും. ശ്രദ്ധിച്ചേ, നീ സീറോയ്ക്ക് താഴെ കടന്നു, വിഷയമല്ല. പക്ഷെ നിന്റെ അകത്ത് ഒരുത്തർക്കും അപഹരിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസം വേണം. ആമേൻ. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ പണം കൊണ്ട് ജീവിക്കുമെന്നല്ല, വിശ്വാസം കൊണ്ട് ജീവിക്കും. ചെറുക്കൊരു തോന്നലുണ്ട്, 10 ലക്ഷം രൂപ, 10 കോടി രൂപ ബാംഗ്ലൂർ സിറ്റിയിലുണ്ട്, ഞാനാ മിടുക്കൻ. ബ്രദർ, 10 കോടി രൂപ കൊണ്ടൊരു ഗുണവുമില്ല. നെഞ്ചത്തോട് ഇങ്ങനെ ഒരു മിന്നൽ പോയാൽ നാളെ തൊട്ട് ആശുപത്രിക്കാർ വാങ്ങിക്കും, 1 മാസത്തിനകം മൊത്തം വാങ്ങിക്കും. ആമേൻ, ആമേൻ. 10 കോടി രൂപ കണ്ട് ഇന്ന് രാത്രി സന്തോഷിക്കരുത്. അയ്യോ, ഞാൻ 10 കോടി രൂപയുള്ളവനാ, ഞാൻ വന്ന വണ്ടി വലിയ വണ്ടിയാ, വലിയ വണ്ടിയും വേണം, 10 കോടി രൂപയും വേണം. ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതൊന്നും ഒരു പരിഹാരമല്ല. ഒരു വേദന ഇതിലെ അങ്ങോട്ട് പോയാൽ ഇന്ന് രാത്രി തൊട്ട് ആശുപത്രിക്കാർ വാങ്ങിക്കും. 1 മാസം 30 ദിവസം തികഞ്ഞ മൊത്തം വാങ്ങിക്കും. 10 കോടി രൂപയും 9.5 കോടി രൂപയുടെ ഒരു അസുഖം കൂടെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിച്ചതൊന്നും അല്പമുണ്ടെങ്കിൽ മതി, അതിനെ വർദ്ധിപ്പിക്കാൻ ദൈവം ശക്തനാ. നിന്റെ അകത്ത് വേണ്ടത് ഉറപ്പുള്ള ഒരു വിശ്വാസമാ. 25ാമത്തെ രാത്രി നിന്റെ അകത്തെ വിശ്വാസം ബിൽഡപ്പ് ചെയ്യണം. ആമി, ഒരു മനുഷ്യർക്കും തകർക്കാൻ ഒക്കാത്ത പോലെ നിന്റെ അകത്തെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, പരാജയം 10 പരാജയം നിനക്ക് മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്താൽ 10 പരാജയത്തെ വിശ്വാസത്താൽ ഓവർകം ചെയ്യണം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന വിശ്വാസം കേൾവിയാൽ. നിങ്ങൾ ദൈവത്തിന്റെ വചനം, ബൈബിൾ പറയുന്ന വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാ. കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. ഈ നമ്മളിൽ പലരും വിശ്വസിക്കാത്തത് നമുക്ക് വിവരമുള്ളതുകൊണ്ടാ. ഒരാമ്യം വരുന്നില്ലല്ലോ. വിവരമുള്ളവർക്ക് വിശ്വസിക്കാൻ വലിയ പ്രശ്നമാണ്. ഒരാൾക്ക് തലവേദന വന്നു, നാടൻ ഭാഷയാ കേട്ടോ. ഒരു കവല നിൽക്കുമ്പോഴാണ് തലവേദന വന്നേ. അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞു തലവേദന. ഇപ്പൊ മെഡിക്കൽ സ്റ്റോറുകാരൻ ഡോക്ടർ ആകും ഉടനെ. എവിടെ വേദന? ഇവിടെ. വിങ്ങലുണ്ടോ? ഇത് പറയുമ്പോൾ തന്നെ ഇവന്റെ കൈ താഴത്തെ 2 പാത്രത്തിൽ പോയി. എന്തുവാന്ന് അവന് പോലും അറിയത്തില്ല. അത് 2 എണ്ണം എടുത്ത് മേളി ഇട്ടു. പോയ വിളിക്കും അത്ര വിവരമില്ല. ഇതങ്ങോട്ട് കഴിച്ച അങ്ങോട്ട് പോയാൽ മതി, മാറിക്കോളും. അപ്പുറത്തെ കടയ്ക്ക് ഒരു സോഡായി വാങ്ങിച്ചു. കൊടുത്ത 2 ഗുളിക വായിലിട്ട് KSRTC ബസ്സേ കയറി. 1 മയങ്ങി 3 വളവ് തിരിഞ്ഞപ്പോൾ തലവേദന പോയി. ഇതേ തലവേദന വിവരമുള്ളൊരു ഡോക്ടർക്ക് വരട്ടെ, ഏറ്റവും വിദഗ്ധമായി ചികിത്സയ്ക്ക് തന്നെ പോകും. അവസാനം തന്നെക്കാട്ടി വലിയൊരു ഡോക്ടറെ കൊണ്ട് മരുന്ന് വാങ്ങിക്കും. മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ മരുന്നിന്റെ പുറകിലത്തെ മൊത്തം വായിക്കും. അത് വായിച്ചാൽ കഴിച്ചാലുള്ള കുഴപ്പം പുള്ളിക്ക് അറിയാം. അതവിടെ വെച്ച് പോയി കിടന്നുറങ്ങും. എന്താ കാര്യം? അറിവുള്ളതുകൊണ്ട് അത് കഴിക്കാൻ ഒക്കുകയില്ല. വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഓഫ് ചെയ്യണം. ആമേൻ, ആമേൻ. ഈ പേന കാണിച്ചു പെൻസിലാന്ന് പറയുവാന്ന് വിവരമുള്ളവർ പറയും. നിങ്ങളൊന്നും പറയണ്ട, ബാംഗ്ലൂർ സിറ്റിയിലാണ് ഇത് പ്രസംഗിക്കുന്നത്, ഇത് പേന തന്നെയാ എന്ന് ഓർത്തോണം. ഇത് പേനയായിട്ട് തന്നെ ഇരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ദൈവത്തിന് സ്തോത്രം. കണ്ണുമടച്ച് ദൈവത്തിന്റെ വാക്കുകളെ ഒരുത്തൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ അവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ബുദ്ധി കൊണ്ട് അതിനെ ചിന്തിക്കരുത്, ബുദ്ധി കൊണ്ട് അതിനെ കണക്ക് കൂട്ടരുത്. നിങ്ങൾ നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം. സുപരിചിതമായ വാക്യം, എനിക്ക് കാണാതെ പ്രസംഗിക്കാം ആ വാക്യം. അമ്മീ, നിങ്ങൾക്കൊന്ന് വായിക്കാം. ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. മതി. ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ. ലൂക്കോസ് 7-ന്റെ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ലൂക്കോസ് 7-ന്റെ 2. മതി. അവൻ യേശുവിന്റെ വസ്തുത കേട്ടു. ഇവിടെ രോഗിയായ ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. ഇവിടെ പ്രിയനായവൻ ദീനമായി കിടക്കുന്ന ഒരു ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ടു. നിങ്ങൾ നോക്കിയേ, കേട്ടത് മാത്രമേ ഉള്ളൂ. യേശുവിനെ കുറിച്ച് കേട്ടത് ആമി അറിഞ്ഞപ്പോൾ അവരുടെ അകത്ത് വിശ്വാസം വെളിപ്പെടാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ, 80 കിലോ ഉള്ള ഒരാൾ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ലോഡ് 8000 കിലോയാ. എന്തോ വലിയ ടെൻഷൻ വലിച്ചോണ്ടാ യോഗത്തിന് വരുന്നത്. പിന്നെ ഒരു പാട്ട് പാടാൻ ഒക്കുവോ? ഒന്ന് കൈ അടിക്കാൻ ഒക്കുവോ? ഒന്ന് ഡാൻസ് ചെയ്യാൻ ഒക്കുവോ?
കാര്യം 80 കിലോ ഉള്ള 8000 കിലോ എടുത്തോണ്ടാ വരുന്നത്. ഈ ടെൻഷൻ എല്ലാം ഒന്ന് പുറത്ത് കളഞ്ഞ് ഇന്ന് രാത്രി നീ ഒന്ന് ഫ്രീ ആകണം. നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന് ഇന്ന് രാത്രി ചലനം ഉണ്ടാകാൻ പോവാ. നടക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമീൻ പറ. ബൈബിൾ പറയുന്നു, തുടക്കത്തിൽ ഞാൻ വിളിച്ചു പറയാം, ഇത് രാത്രി അടയാളം സൃഷ്ടിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ സംഭവിക്കാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി അടയാളത്തോടെ സൗഖ്യമാകണം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? നോക്കിയേ, ആദ്യം ആ വിടുതൽ നമ്മിൽ ഇന്ന് രാത്രി തുടങ്ങട്ടെ. അടയാളം ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് ആരംഭിക്കട്ടെ. നിന്റെ മിനിസ്ട്രിയിൽ ഒരു അടയാളം നടക്കട്ടെ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്തൊരു അടയാളം നടക്കട്ടെ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാ. നിങ്ങൾ ശ്രദ്ധിക്കണം, വചനം കേൾക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിന്റെ അകത്തത് വിശ്വാസമായി വ്യാപരിക്കണം. ആമേൻ, ആമേൻ. വലിയ അറിവും വിദ്യാഭ്യാസം വേണമെന്നില്ല, മറിച്ച് ശ്രദ്ധിക്കുക, ഒറ്റ കാര്യം ഓർക്കുക, കേൾക്കുന്ന കാര്യം ഒരു മനുഷ്യനും നമ്മുടെ മനസ്സിൽ എടുത്തു കളയാൻ കഴിയാത്ത പോലെ ഉറപ്പുള്ള ഒരു വിശ്വാസം അകത്തേറ്റെടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. അവിടെ രോഗം ആരോടും തുറന്നു പറയാൻ കഴിയുന്നതല്ല, പക്ഷേ യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം അവിടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ഇവിടെ ഇത്രയും പേരുണ്ടെങ്കിലും നിന്റെ അകത്ത് ഒരു വിശ്വാസം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന ആര് വിടുവിക്കപ്പെട്ടില്ലേലും വിശ്വാസം ചലിക്കുന്ന നീ വിടുവിക്കപ്പെടും. ആമേൻ, ആമേൻ. ഉറപ്പിച്ചു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. എപ്പോഴും ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, വിശ്വാസം അകത്തു ചലിച്ചു തുടങ്ങുമ്പോൾ അത്ഭുതം കൺമുമ്പിൽ വെളിപ്പെടാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ചലിക്കാതെ കിടക്കുന്ന മണ്ഡലങ്ങളെ വരെ ചലിപ്പിക്കാൻ നമ്മുടെ അകത്തു വ്യാപരിക്കുന്ന വിശ്വാസത്തിന് കഴിയും. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ ഇന്ന് രാത്രി സംഭവിച്ചു തുടങ്ങാൻ പോകുകയാ. ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. ബാംഗ്ലൂർ സിറ്റി മാത്രമല്ല, ലോകം മുഴുവൻ കാണത്തക്ക ചില അടയാളങ്ങൾ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കാൻ പോകുകയാ. മീഡിയകൾ രക്തത്താൽ ചെയ്യാം. TV ചാനലുകൾ വന്ന് ഷൂട്ട് ചെയ്യത്തക്ക രീതിയിൽ വരെ ചില അടയാളങ്ങൾ യെസ് ലോർഡ്, യെസ് ലോർഡ്, സംഭവിച്ചു തുടങ്ങുന്നു, സംഭവിച്ചു തുടങ്ങുന്നു. മരിച്ചവർ ഉയർക്കുന്ന മിനിസ്ട്രി വരെ ബേഥേൽ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നു. റാമോനാസി, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, 70 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഇതിനകത്തുനിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. അത് ശക്തമായ ഒരു പ്രാർത്ഥന ടീമായി പൊങ്ങാൻ പോകുക. അതിനകത്തുനിന്ന് ശക്തമായ വിളിയുള്ളവർ എഴുന്നേൽക്കാൻ പോകുക. അതിനകത്തുനിന്ന് 35 സഹോദരിമാരും ബാക്കി സഹോദരന്മാരുമായിരിക്കും ആ ടീമിനകത്ത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ജനത്തെ ദൈവാത്മാവ് പറയുന്നു, ഈ 40 ദിവസത്തെ ഫാസ്റ്റിംഗിനിടയ്ക്ക് ദൈവം ചിലതിനെ വേർതിരിക്കാൻ ഇറങ്ങും. ഇതിനകത്തു നിറങ്ങും. ഒരു വലിയ പ്രയർ ടീം എഴുന്നേക്കാൻ പോവാ. അവർ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ കേട്ടോണം. രക്തത്താൽ ജയം. മാരകമായ രോഗം ബാധിച്ചവരെ, അതായത് ശരീരത്തിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ടവ ചിലതിനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭ അടയാളം ചെയ്യുന്ന മിനിസ്ട്രിയിലേക്ക് കയറാൻ പോവാ. ഈ ഫാസ്റ്റിംഗ് ഈ സഭ ഉണ്ടായ കാലം മുതൽ ഇതുവരെ ഇല്ലാത്തൊരു ഉണർവിലേക്ക് കയറാൻ പോവാ. രക്തത്താൽ ജയം. വിശ്വസിച്ച് തുടങ്ങുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ. ഇതുവരെ സംഭവിക്കാത്ത ലെവലിൽ സഭ ഒരു അടയാളത്തിലേക്ക് കയറാൻ പോവാ. റബ, ആര് പ്രാർത്ഥിക്കും ആ അടയാളം ചെയ്യാൻ എന്റെ കൈ ഉപയോഗിക്കണമേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അടുത്തിരിക്കുന്ന കൈ കൊടുത്താറ, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കുമെന്ന് പറ. ഇന്ന് രാത്രി ഈ വചനം ജീവിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടുമുറ്റത്ത്
എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താ 5 മൂട് പയറിട്ട് 5 മൂട് പയർ നീളമുള്ള വരെ ബാംഗ്ലൂർക്കാർ പിടികിട്ടാൻ പ്രയാസം കുറവാ. നാടുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് 5 മൂട് പയർ. ആ പയർ ഒരു പയറായിരുന്നു. 5 മൂട് പയറെന്ന് 15 കിലോ പയർ പറിച്ചു. ഭയങ്കര നീളമുള്ള പയർ. അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇത് പയറിന്റെ കൂട്ടത്തിൽ മുന്തി അനമാന്ന് പറഞ്ഞു, കൂടി അനമാന്ന് പറഞ്ഞു. അതുകൊണ്ട് ലാസ്റ്റ് പയറ് നിർത്തി ഉണക്കി പറിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ? വിത്തിനാ. അങ്ങനെ നിർത്തി ഉണക്കി പറിച്ചു. അതൊരു പേപ്പറിൽ കെട്ടി ആരും എടുക്കാത്തൊരു സ്ഥലത്ത് വെച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. ഞാൻ അന്ന് താമസിച്ച വീട് മാറി പുതിയ വീട്ടിലേക്ക് വരാൻ നേരത്ത് സാധനങ്ങളെല്ലാം പറക്കി ഇറക്കിയ കൂട്ടത്തിൽ ജോലിക്കാർ തൂത്തപ്പോൾ ഒരു പൊതി പാഞ്ഞു പോയി. അടുത്ത് എടുക്കല്ലേ, കുഴപ്പമാന്ന് പറഞ്ഞു. തുറന്നപ്പോൾ മനസ്സിലായി കുഴപ്പമൊന്നുമല്ല, ആ പയറ് വിത്ത. അപ്പോഴത്തേക്ക് വർഷം 12 കഴിഞ്ഞു. ഈ വിത്ത് അപ്പോഴും വിത്തായിട്ടിരിക്കുക. എത്രയോ ഈ പ്രാവശ്യം ഈ വിത്തിട്ട് കിളിപ്പിച്ച് പടർത്തി പന്തലിപ്പിച്ച് ഫലമെടുക്കേണ്ട നേരം കഴിഞ്ഞു. 12 കൊല്ലമായിട്ട് ഈ വിത്ത് വിത്തായിട്ട് അനക്കമില്ലാതിരിക്കുക. വചനവും വിത്ത. ഇത് കയ്യിൽ ഇങ്ങനെ ഇരുന്ന വിത്തായിട്ടിരിക്കത്തേ ഉള്ളൂ. 25ാമത്തെ രാത്രി ഇതിനകത്തുനിന്ന് ഒരു വിത്ത് ഒരുക്കമുള്ള നിന്റെ നിലത്തോട്ട് ഇടാൻ പോവുക. ഇന്ന് രാത്രി ഈ വിത്ത് പൊട്ടിക്കളിക്കണം. ഇതിനകത്തുനിന്നൊരു ഫലം പുറത്തു വരണം. ഇതിനകത്തുനിന്നൊരു റിസൾട്ട് പുറത്തു വരണം. ഇതിനകത്തുനിന്നൊരു റിസൾട്ട് പുറത്തു വരണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, അടയാളം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം എഴുന്നേക്കാൻ പോകുകയായി ഇവിടുന്ന്. ഞാൻ വെളിപ്പാടാ വിളിച്ചു പറയുന്നത്. അടയാളം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ്, അത് 70 മേലായിരിക്കും സംഖ്യ, ഇതിനകത്തുനിന്ന് എഴുന്നേക്കാൻ പോവുക. അവർ സഭാ ശുശ്രൂഷന്മാരല്ല, മറിച്ച് അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരായിരിക്കും. അമ്മ പരിശുദ്ധാത്മാ പറയും, ഈ ഉപവാസത്തിനിടയ്ക്ക് കൂടുതൽ പേരെ വേർതിരിക്കാൻ ദൈവം ഇറങ്ങും ഇതിനകത്ത്. ഓരോ യോഗത്തിലും തീരുമാനങ്ങൾ, ചില ജോലി രാജിവെച്ചിറങ്ങും ഈ വേലയ്ക്ക്. ദൈവദാസനെ, ആ ടീം ഇവിടെ എഴുന്നേൽക്കുന്നതോടെ ഈ സഭയുടെ അന്തരീക്ഷം മാറും. ഹോളൊന്നും ഇത് പോരാ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ബാൽക്കണിയുള്ള ഹോളുകൾ വരാൻ പോവുക. ബാൽക്കണിയുള്ള ഹോളുകൾ, താഴെയും മേളിലും നിന്നുകൊണ്ട് ജനത്തിന് ആരാധിക്കാവുന്ന ഹോളുകൾ വരാൻ പോവുക. ആ ലെവലിലേക്ക് ദൈവം ഇതിനെ മാറ്റാൻ പോകുകയാ. ദൈവാത്മാവ് കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. ദൈവത്തിന് സ്തോത്രം. വീൽ ചെയറുകളിൽ രോഗികളെ കൊണ്ടിരുത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ഓ ഓ ഓ എനിക്കറിയാം, ഇതിനകത്ത് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. അടയാളങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ചിലരെ. യെസ്, കുറിച്ചു വെച്ചോ. ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലാലും സഭ അടയാളം ശുശ്രൂഷിക്കുന്ന, അടയാളത്തിന്റെ ലെവലിലേക്ക് കയറുന്ന ഒരു ശുശ്രൂഷ. ഇത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ആ കൈ ഉയർത്തി, ആ കൈ വീശ്, ദൈവത്തിനോട് നന്ദി പറഞ്ഞ്. ഇന്ന് രാത്രി ആ ഉയർന്നിരിക്കുന്ന നിന്റെ കൈ ദൈവത്തിന് നോട്ടമുണ്ട്. ദൈവം പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നാം തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീഴാൻ പോവുക. നിന്റെ വീടിനകത്ത് അടയാളങ്ങൾ നടക്കാൻ പോകുകയാ. നിന്റെ സന്തതി മേൽ അടയാളം നടക്കാൻ പോകുകയാ. 2008 തടഞ്ഞത്, 2009 തടഞ്ഞത്, 2010 തടഞ്ഞത്, ഈ ഫാസ്റ്റിങ്ങിന് 25ാമത്തെ രാത്രി എന്റെ ദൈവം പുറത്തെടുക്കാൻ പോകുകയാ. ഈ സന്തതി അടയാളം സൃഷ്ടിക്കുന്ന ഒരു സന്തതിയാകാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഇത് സംഭവിക്കാൻ പോകുകയാ. സംഭവിക്കാൻ പോകുകയാ. ദൈവം അനുവദിച്ചാൽ 2012 വരുന്ന ഫാസ്റ്റിംഗിൽ ഇവിടെ വരുന്നതിന് മുമ്പ് അടയാളം സൃഷ്ടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ എഴുന്നേൽക്കും. എന്തിനാ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന മിനിസ്ട്രി വരെ ആത്മാ പറയുന്നു, ഉറപ്പിച്ചു പറയാൻ പറയുന്നു. ഇതേ സ്റ്റേജിൽ തന്നെ, ഈ സ്റ്റേജിൽ തന്നെ ആ മിനിസ്ട്രി. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു.
ബാംഗ്ലൂരിലെ ടി വി ചാനലുകാർ ബഥേൽ ചർച്ചിലേക്ക് ചാനലുകളുടെ പേരുകളിൽ വണ്ടികൾ വരുന്നു. എന്തിനെന്നറിയാമോ? ഇവിടെ നടക്കുന്ന ചില അത്ഭുതങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. ആ ലെവലിലേക്ക് ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രി ഉറപ്പിച്ചോ, ചില പൈശാചിക മുദ്ര പൊട്ടും. ദൂതന്മാർ പൊട്ടിക്കും. നിന്നോട് ദൈവത്തിന്റെ ദൂത്, നിന്റെ മിനിസ്ട്രിയെ തടഞ്ഞ മുദ്ര ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കാൻ പോവാ. ഓ റബബബബബ. ഇപ്പൊ നീ ഇവിടെ സ്തുതിച്ചോണ്ടിരിക്കുന്ന ഈ സമയം നിന്റെ വീട്ടിനകത്ത് അത്ഭുതം നടന്നുകൊണ്ടിരിക്കട്ടെ. നിന്റെ ജോലി സ്ഥലത്ത് അത്ഭുതം നടന്നുകൊണ്ടിരിക്കട്ടെ. നിന്റെ തലമുറയായിരിക്കുന്ന രാജ്യത്ത് പിന്നെ ദൈവം ഉറപ്പിക്കാൻ പോവുക. ഉറപ്പിച്ച് പറയാൻ പറയുക, ഇന്ന് രാത്രി മുദ്ര പൊട്ടുന്ന രാത്രിയാ. നിന്റെ ജീവിതത്തിന്മേൽ അടിച്ച ശാപത്തിന്റെ മുദ്ര, നിന്റെ ജീവിതത്തിൽ അടിച്ച പരാജയത്തിന്റെ മുദ്ര, കൈ തൊട്ടുന്നതല്ല മുദ്ര ഇന്ന്. യെസ്, പ്രാപിച്ചോ നിന്റെ വിടുതല. ഇന്ന് രാത്രി നിനക്ക് പ്രവചിക്കുന്ന തലമുറ എഴുന്നേക്കാൻ പോവുക. അടയാളം ചെയ്യുന്ന ആ തലമുറ എഴുന്നേക്കാൻ പോവുക. മുദ്ര ഇന്ന് രാത്രി പൊട്ടും. യേശുവിന്റെ നാമത്തിൽ പൊട്ടും. ഇതൊരു തുടക്കം മാത്രമാ, ഒരു തുടക്കം. എനിക്കറിയാം ചിലരുടെ മേൽ ശക്തമേറിയ അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കുകയാ. ഇനി കസേരകൾ ഇരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് രാത്രി മുദ്ര പൊട്ടിക്കാൻ പോവാ ദൈവം. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും പൊട്ടാത്ത മുദ്രകൾ ഇന്ന് രാത്രി അഭിഷേക ശക്തിയാൽ. ചിലരുടെ കേറിയ ഒരു ദൂത് പറയാം. ഇന്ന് രാത്രി അഭിഷേകം ചെയ്യാൻ ദൈവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ അഭിഷേകം ചെയ്യാൻ. എന്തിനാ? നിന്റെ മുദ്ര ഇന്ന് രാത്രി പൊട്ടിക്കും ദൈവം. രക്തം. ആരെയും ശ്രദ്ധിക്കണ്ട. ഒരു ശക്തമേറിയ കവിഞ്ഞൊഴി നടക്കുകയാ. ശുശ്രൂഷയുടെ പകർച്ച നടക്കാൻ പോകുകയാ. ഇന്ന് രാത്രി തന്നെ അടയാളം ചെയ്യുന്ന ശുശ്രൂഷ. നീ പ്രാർത്ഥിക്കുമ്പോ അടയാളങ്ങൾ നടക്കും. കയ്യടി നിർത്താൻ ഒക്കാത്ത പോലെ, അന്യഭാഷ നിർത്താൻ ഒക്കാത്ത പോലെ പരിശുദ്ധാത്മാവിന്റെ ചലനം തിരിച്ചറിഞ്ഞോ? യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കെതിരെ പിശാചുട്ട മുദ്രകൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. നിന്റെ മേലിരിക്കുന്ന അഭിഷേകം അതിനെ അഴിക്കാൻ പോകുകയോ? നിന്റെ മേലിരിക്കുന്ന അഭിഷേകം, ബ്രദർ സിസ്റ്റർ, നിന്റെ മേലിരിക്കുന്ന അഭിഷേകം. ഒരു അഗ്നിപ്രവാഹം. പ്രാപിക്കുക. ദൂതന്മാർ ചിലതിനെ തള്ളി മാറ്റുന്നു. ഇന്ന് രാത്രി ഒരു ബലപ്രയോഗം നടക്കുക ഇവിടെ. വർഷങ്ങൾ കൊണ്ട് അടക്കി വെച്ചിരുന്ന ചിലതിന്മേൽ ഇന്ന് രാത്രി ശക്തമേറിയ ഒരു ബലപ്രയോഗം.
ഓ, ഒരു വലിയ ബലപ്രയോഗം നടക്കുക. ബേഥേൽ ചർച്ചിന്റെ ഗ്രൗണ്ടിൽ ഒരു വലിയ ബലപ്രയോഗം നടക്കുക. കീഴടക്കാൻ ഒക്കാത്ത പോലെ ഇന്ന് രാത്രി ബലവാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കാൻ തയ്യാറായിക്കോ. നിന്റെ കാൽ കീഴിൽ ആ ശക്തി ബന്ധിക്കപ്പെടാൻ പോകുകയാ. ഓ ഓ ഓ ഓ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഞങ്ങൾ അതിനെ ബന്ധിക്കുകയാ. ഓ, ശക്തമായ നിയോഗം, ശക്തമായ നിയോഗം, നിനക്ക് നിയോഗം. ഓ 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 ഓ, പ്രാപിച്ചു വണങ്ങുക, പ്രാപിച്ചു വണങ്ങുക. നീ മരിച്ചാലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് മുദ്ര വെച്ചത് ഇന്ന് രാത്രി കർത്താവ് പൊട്ടിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുക. കർത്താവിന്റെ ദാസൻ M.A. വർഗീസ് പാസ്റ്ററോട് പ്രവചിക്കുക. എന്റെ ദാസൻ ആയുസ്സോടിരിക്കുന്ന കാലത്ത്, മക്കളും ആയുസ്സോടിരിക്കുന്ന കാലത്ത്, ഇവരുടെ കാലത്ത് അത് വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞു വെച്ച മുദ്രകൾ ഇന്ന് രാത്രി അവരുടെ കാൽക്കീഴിൽ തന്നെ പൊട്ടാൻ പോകുകയാ. ദൈവാത്മാവിന്റെ ദൂത് നിര. ഓ, ഇന്ന് രാത്രി ചിലത് പൊട്ടു ഇവിടെ. റബല 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 റംബല ധോലക സിദ്ധര ധോതി. പ്രാപിച്ചു തുടങ്ങുക, പ്രാപിച്ചു തുടങ്ങുക. പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി മുദ്ര പൊട്ടും. ഉറപ്പിച്ചു പറയാം, നിങ്ങളെ മാത്രമല്ല, പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ ചില മുദ്ര പൊട്ടും. ഉറപ്പിക്കാം. ദൈവനോട് പറയാം, ഞാൻ ബലപ്രയോഗം നടത്താൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഈ ഗ്രൗണ്ടിൽ തീർപ്പില്ലാത്ത പലതിനും ഇന്ന് രാത്രി തീർപ്പ് തരാൻ ഒരു ബലപ്രയോഗം. ശാന്ത, ഇന്ന് രാത്രി മന്ത്രിമാരുടെ മന്ത്രി മന്ദിരത്തിൽ വരെ ഇന്ന് രാത്രി ദൂത് വെളിപ്പെടാൻ പോകുകയാ. കുറിച്ചു വെച്ചോ, കോടതികൾക്കകത്ത് ഇന്ന് രാത്രി മുദ്ര പൊട്ടു. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാ, ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ഒരു ശക്തമേറിയ ബലപ്രയോഗം. അജഗട്ടി മദന ജുൽക്കബര സിഗ. സുനിൽ പാസ്റ്റർ തൊട്ടു പുറകിരിക്കുന്ന ദൈവദാസൻ എഴുന്നേറ്റ്. അതെ, ഞാൻ ആത്മാവിൽ ദൈവദാസനോട് പ്രവചിച്ചു പറയാം. നിന്റെ കഴുത്തോളം വെള്ളം കേറി നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ആത്മാവ് പറയുന്നു, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടളവ് കടക്കാൻ കഴിയാത്ത ഒരാത്മപ്രവാഹത്തിലേക്ക് നിന്നെ ദൈവം കൊണ്ടുപോകുകയാ. എന്നെ ദൈവം കാണിക്കുന്നു, നിന്റെ മേലൊരു വലിയ മിനിസ്ട്രി വെളിപ്പെടാൻ പോകുകയാ. ഒരസാധാരണ മിനിസ്ട്രി വെളിപ്പെടാൻ പോകുകയാ. ദൈവാത്മാവ് എന്നെ റാംതോസി, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇതാ നിന്റെ മേൽ ചില മിനിസ്ട്രി ദൈവം ഏൽപ്പിക്കാൻ പോകുകയാ. നിന്റെ രൂപം മാറാൻ പോവുക, നിന്റെ ഭാവം മാറാൻ പോവുക, നിന്റെ സംസാര ശൈലി മാറാൻ പോവുക, നിന്റെ അന്യഭാഷ മാറാൻ പോകുക, നിന്റെ മിനിസ്ട്രി മാറാൻ പോവുക. സർവ്വതും അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം. നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ആ മകന്റെ മേൽ. മറ്റൊരു മിനിസ്ട്രി, ഒരു വലിയ മിനിസ്ട്രി വെളിപ്പെടുത്തുവാൻ ഞാൻ പറയാം, ഇന്ന് രാത്രി ഒരു കാര്യം വ്യക്തമായി പറയാം, കർത്താവ് ചിലതിനെ തൊട്ടഴിക്കുന്ന രാത്രിയാ. എന്നോട് ദൈവം പറഞ്ഞ വീണ്ടും ഞാൻ പറയട്ടെ, അടുത്ത കാര്യത്തിലേക്ക് എനിക്ക് പോകണം. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഒരു ബലപ്രയോഗം നടക്കാൻ പോവുക. വിശ്വസിക്കാം, നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി ആ ബലപ്രയോഗം നടക്കും. നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്ത് ആ ബലപ്രയോഗം നടക്കും. ഒരു ബലപ്രയോഗം നടക്കും ഇന്ന് രാത്രി. വർഷങ്ങൾക്കുള്ള കൈയടക്കി വെച്ച ചിലതിന്മേൽ ഇന്നു രാത്രിയില് ഒരു ബലപ്രയോഗം.
ആരാധന ധിര ധിര ധിര. പ്രാപിച്ചു തുടങ്ങിക്കോ, പ്രാപിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തില്, ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറാത്തത് തീർന്നിട്ടില്ല. ഇപ്പോഴും ബലപ്രയോഗം നടന്നുകൊണ്ടിരിക്കുക. മന്ത്രവാദികൾ ജപിച്ചു വിട്ട മന്ത്രപൂജയോട് ഇന്ന് രാത്രി ബലപ്രയോഗം നടക്കുക. നിന്റെ സന്തതിയുടെ ഭാവിയെ മുടിച്ച ദുർശക്തിയോട് ഒരു ബലപ്രയോഗം നടക്കുക. യേശുവിന്റെ നാമത്തിൽ. ഓ, ചില ദുഷ്ടബന്ധനങ്ങൾ ദൈവമക്കളുടെ ആരാധനയെ തകർന്നുകൊണ്ടിരിക്കുക. ആരെയും ശ്രദ്ധിക്കേണ്ട ഒരു അഭിഷേകത്തിന്റെ പകർച്ചയുടെ രാത്രിയായത്. പിശാച് മുട്ടുകുത്തുന്ന രാത്രിയോ. അടുത്തിരിക്കാനൊക്കെ കൈ കൊടുത്തു പറ, ഒരു ബലപ്രയോഗം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറ. അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ചോണ്ടെന്ന് പറഞ്ഞ ഒരു ബലപ്രയോഗം നടക്കാൻ പോകുക. ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നാളുകൾ കൊണ്ട് നിന്റെ നന്മയെ മുടക്കിയ ആ ശക്തിയോട് ഇന്ന് രാത്രി മനുഷ്യരല്ല ദൈവം ഏറ്റുമുട്ടുന്ന രാത്രിയാ. എന്റെ ദൈവം. ശക്തമായ കവിഞ്ഞൊടുക്ക. ഇത് കാഴ്ച കാണുന്ന രാത്രിയല്ല, ഇത് ദൈവം ബലപ്രയോഗം നടത്തുന്ന രാത്രിയാ. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഒത്തിരി വർഷമായിട്ട് കീഴടങ്ങാതെ നിന്ന ചിലത് ഇന്ന് രാത്രി ദൈവമക്കൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോവാ. അടുത്ത മിനിറ്റുകൾ ഈ ഹോളിൽ എന്തോ അസാധാരണമായി നടക്കാൻ പോകുക. അടുത്ത സെക്കൻഡുകളിൽ, അടുത്തടുത്തിരിക്കുന്നവർ ശ്രദ്ധിച്ചോളാം, അടുത്ത സെക്കൻഡുകളിൽ ഇതിനകത്തുനിന്ന് നിറഞ്ഞ അഭിഷേകത്തോടെ തമ്പുരാൻ ചിലതിനെ എഴുന്നേൽപ്പിക്കോ. ഓ യെസ്, ഈ വേദി പരിശുദ്ധന പൂർണ്ണമാകുന്നു. ഈ വേദി അഭിഷേക പൂർണ്ണമാകുന്നു. ഈ വേദി ദൈവം. ഓ, ചലിച്ചു തുടങ്ങുക. നിന്റെ മേൽ വീണ പ്രവചനം ഇന്ന് രാത്രി കിളിർക്കാൻ പോവാ. നിന്റെ മേൽ വീണ ശുശ്രൂഷ നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി അടയാളം വരാൻ പോവാ. ദൈവം നിന്നെ തൊട്ടതിന്റെ അടയാളം. ദൈവം നിന്നെ തൊട്ടതിന്റെ അടയാളം. ഇതുപോലെ പറയാത്ത ഭാഷ ചെല്ലു പറയാൻ പോവാ. രാത്രി ഞാൻ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. നാളെ ഇതിന്റെ പൂർത്തീകരണമാ. ഹൃദയത്തെ കുറിച്ചോ ഇന്ന് രാത്രി ഉറങ്ങിയില്ലേലും വേണ്ടുകയില്ല. നീ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. അതിനെ നീ കീഴടക്കണം. അത് നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ മുട്ടുകുത്തണം. അത് നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ മുട്ടുകുത്തണം. ഇന്ന് രാത്രി വീട്ടിൽ പോയാലും ചിലരുടെ മേൽ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കും. അടയാളം നടക്കും. അടയാളത്തോടെ നടക്കും അത്ഭുതം.
ആ, എത്ര വർഷം കൊണ്ട് ഇതിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക? അടയാളത്തോടെ വിടുവൽ. ഒരു സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അടയാളത്തോടെ വിടുവൽ. ഓ ഓ ഉറബന ഹംദനാസി. പിശാച് അടച്ച ഉദരങ്ങൾ ഇന്ന് രാത്രി ദൈവം തുറക്കുക. അടയാളത്തോടെ വിടുവൽ. അടയാളത്തോടെ വിടുവൽ. അടയാളത്തോടെ വിടുവൽ. നീ പ്രാർത്ഥിച്ചില്ലയോ? അടയാളത്തോടെ വെളിപ്പെടും. ഇന്ന് രാത്രി വെളിപ്പെടും. ഓ ഓ ഓ ഓ ഓ ശരബബബ. നിന്നോട് തന്നെയാ ദൂത്. നിന്റെ പ്രായം വിഷയമല്ല. ഇന്ന് രാത്രി അടച്ച ഉദരം തുറക്ക്. ഞാൻ പ്രസംഗിക്കാൻ വന്ന സ്ഥലത്തോട്ടൊന്നും എനിക്കിന്ന് രാത്രി പോകാൻ കഴിയുന്നില്ല. കർത്താവ് പറയുന്ന 2 ദൂത്, ഒരു ബലപ്രയോഗം ഇന്ന് രാത്രി ഇവിടെ നടക്കുക. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിലും ഈ ആരാധിക്കുന്ന ഈ പ്രോപ്പർട്ടിയിലും ബേഥേൽ സഭയുടെ മുമ്പിലും ഒരു നടക്കുക. ഇന്ന് രാത്രി ചിലതിനെ കീഴടക്കാൻ പോകുകയാ. നിന്നോടാ ദൈവത്തിന്റെ ദൂത്. നിന്റെ മേൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ട പ്രവചനം ഇന്ന് രാത്രി സടകുടൻ എഴുന്നേക്കാൻ പോവുക. അടയാളത്തോടെ അത്ഭുത സൃഷ്ടിക്കുന്ന രാത്രിയായി മാറാൻ പോവുക. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. അത്ഭുതം സൃഷ്ടിക്കുന്ന രാത്രിയാകാൻ പോവുക. കേറി പറയാം, അത്ഭുതം സൃഷ്ടിക്കുന്ന രാത്രി. പരിശുദ്ധാത്മ പറയുന്നു, ഈ ഉപവാസത്തിൽ ദൈവത്തിന്റെ കൈ ഇവിടെ ഇറങ്ങിയതിന് ഒരടയാള സഭയ്ക്കകത്ത് ഉണ്ടാകാൻ പോവുക. ഇന്ന് രാത്രി എതിർ പ്രാർത്ഥനകൾ പൊട്ടിമാറുകയോ യേശുവിന്റെ നാമത്തിന്. ദൂതന്മാർ ഇന്നതിനെ പൊട്ടിക്കുന്ന രാത്രിയാ. യെസ്, നാളെ ഞാൻ പ്രസംഗിക്കാം. വിശ്വസിക്കുന്ന ഒരാൾ അടയാളം നടക്കുന്നത് എങ്ങനെയാണ്. രാത്രി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഒരടയാളം കാണിച്ചിട്ട് നാളെ ചർച്ചിലോട്ട് വിടാവൂ. നീ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അടയാളം നടക്കണം. ഞാനിവിടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് സുരേഷ് ബാബു ബ്രദറിന്റെ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ട്രിവാൻഡ്രത്ത് പോയി. പ്രസംഗം നടന്നുകൊണ്ടിരുന്നു. അന്ന് രാത്രി വേദി പാട്ടുപാടിയ ചെറുപ്പക്കാരനെ കണ്ടു. നല്ല ചെറുപ്പക്കാരൻ, എൻ്റെ ഇരട്ടിയുണ്ട്. നിന്നവൻ പാടുക. നടക്കുമ്പോൾ ഒരു ചെറിയ ഒത്തല് മാത്രമേ ഉള്ളൂ. നല്ല ചെറുപ്പക്കാരൻ, നല്ല പാട്ട്, 1-ാം തരം പാട്ട്. 2ാമത്തെ രാത്രി ഞാൻ പ്രസംഗിക്കാൻ വേദിയിലോട്ട് നടന്നു വരുമ്പം പാട്ട് നിർത്തി അവൻ്റെ സാക്ഷ്യം പറയുക. ക്യാൻസർ എന്ന മാരക രോഗം അവനെ കയറി പിടിച്ചു. ഡോക്ടർ നോക്കിയിട്ട് മാറ്റിയിട്ടു. ദേഹത്ത് 42 മുഴ, 42 മുഴ. പോകുകയില്ല. ഡോക്ടർ പറഞ്ഞ് നടക്കത്തില്ല, ഇവൻ ചത്തുപോവും, ഇവൻ മരിച്ചുപോവും. അന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കാൻ വന്ന കർത്തദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഉരുണ്ട് താഴെ വീണു. അവനോട് ബോധം നഷ്ടപ്പെട്ട് കിടന്നു. അവന്റെ സാക്ഷ്യം കേട്ടു. കൊല്ലാൻ മിന്നുന്ന പോലെ 3 മിന്നൽ അവന്റെ ദേഹത്ത് മിന്നി. അവൻ ചാടി എഴുന്നേറ്റപ്പോ റിസൾട്ട് കേട്ടു, 42 മുഴ കാണാനില്ല. അവൻ ആ വേദി നിന്നുകൊണ്ട് പാട്ട് പാടുന്നേ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ക്യാമറ ഒന്ന് മിന്നിയാ മതി, ഒരു ഫ്ലാഷ് ഇവിടെ അടിച്ചാ മതി. ഇന്ന് രാത്രി ഇവത്തിൽ അടയാളം നടക്കും. ഇവിടെ അടയാളം നടക്കും. ഇന്നു രാത്രി നടക്കും. എനിക്കിന്ന് രാത്രി അടയാളത്തോടൊരു മറുപടി വേണമെന്ന് പറയുന്നവർ വേഗത്തിൽ എഴുന്നേറ്റാട്ട്. എനിക്കിന്ന് രാത്രി അടയാളത്തോടൊരു മറുപടി വേണമെന്ന് പറയുന്നവർ വേഗത്തിൽ എഴുന്നേറ്റാട്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി തുടങ്ങി വെക്കാനേ നിർവാഹമുള്ളൂ. അല്ലെ 12 മണി വരെ യോഗം നിങ്ങൾ നീട്ടിവിടണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാളെ ബാക്കി പറയാം. ഒരു കാര്യം ഓർത്തോ, കരം ഉയർത്തിപ്പിടിച്ചോണ്ട്, ഇത് അത്ഭുതം സൃഷ്ടിക്കുന്ന രാത്രിയാ. ഞാൻ ദൈവത്തിന് സ്തോത്രം എന്റെ മിടുക്ക് പറയാൻ വന്നതല്ല.
ദൈവത്തിന്റെ ദൂത് പറയാൻ വന്നതാ. രക്തത്താൽ ജയം. ഇതിവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്. CD എടുത്ത് നീ വീട്ടിലിട്ട് കണ്ടാലും അവിടെ അത്ഭുതം സൃഷ്ടിക്കും. ഇത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കാ. ദൈവം പറയുകയാ, കരം ഉയർത്തിപ്പിടിച്ചോ, കരം ഉയർത്തിപ്പിടിച്ചോ, കരം ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് രാത്രി അത്ഭുതം സൃഷ്ടിക്കുന്ന രാത്രിയാ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ, ഈ കയ്യിൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് പാടാം. അൽമഹസിയോ, ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഈ രാത്രി രോഗമുള്ളവർ കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഓർത്തോണം, അടയാളത്തോടെ സൗഖ്യം നടക്കാൻ പോവുക. അടയാളത്തോടെ സൗഖ്യം. ഒരു കാര്യം ഓർത്തോ, ഇന്ന് രാത്രി ബലപ്രയോഗം നടക്കാൻ പോവുക. ദൈവം പറഞ്ഞ ദൂത് ആവർത്തിച്ചു പറയാം, മുദ്ര പൊട്ടും, ബലപ്രയോഗം നടക്കും. കീഴടങ്ങത്തില്ലെന്ന് പറഞ്ഞ ശക്തികൾ ഇന്ന് രാത്രി ദൈവസഭയുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയാ. കൈ ഉയർത്തിക്കൊണ്ട് വാ തുറന്ന് എന്റെ യേശുവേ എന്ന് വിളിച്ച് ശബ്ദം ഉയർത്തി വിളിക്ക. അവൻ ദൈവം ഇന്ന് രാത്രി ഇറങ്ങുകയോ. യേശുവേ, എന്റെ യേശുവേ, 25ാമത്തെ രാത്രിയിൽ യേശുവേ, ആ കൈകൾ വീശിക്കൊണ്ട് എന്റെ യേശുവേ, നിർത്തരുത് എന്റെ യേശുവേ, എന്റെ യേശുവേ. ആ കൈകൾ അടിച്ചു നാം കർത്താവിനെ ആരാധിച്ചാട്ടെ. ശക്തിയോടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട യേശു. രോഗങ്ങൾ മാറും, ദുഃഖങ്ങളൊഴിയും, ബന്ധനമെല്ലാം പകർന്നിടുമേ. കുരുടരും കുടതരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപവൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതി അടഞ്ഞവയെല്ലാം ഒരു മഷിഹ രാജനാമം. ഭയമെല്ലാം മാറും, ശരീരങ്ങളെ ചലിപ്പിക്കുക. ഇന്ന് രാത്രി നൃത്തം ചെയ്യുക. ഒരു ബലപ്രയോഗം